ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിഗരറ്റ് ബോട്ടത്തിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്നുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗരറ്റ് ബോട്ടത്തിൻ്റെ കട്ടിങ് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പാർട്ട്, ബാക്ക് പാർട്ട്, അതുപോലെ ബെൽറ്റിനുള്ള പീസ്, പോക്കറ്റ് പീസ്, അത്രയായിരുന്നു നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കാണിച്ചിരുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, അതായത് നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ചേർത്ത് വെച്ച് അതിൻ്റെ ക്രോച്ചിലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ക്രോച്ചിൻ്റെ പോർഷനിൽ 2 സ്റ്റിച്ച് കൊടുക്കണം. ആദ്യമേ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടി അതിൻ്റെ മുകളിൽ കൂടി കൊടുക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വള്ളി ഇട്ടുകൊണ്ട്, അതായത് വള്ളി ഫുള്ളായിട്ട് വള്ളി ബെൽറ്റിൽ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അതിനുശേഷം ഫ്രണ്ടിൽ ഇതുപോലെ ആ പീസ് നേരെ 2ആയിട്ട് മടക്കിയതിന് ശേഷം സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്തു. ഇനി അവിടെ നമ്മളൊരു ടക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ നോച്ചിട്ട ഭാഗം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരു താഴെ നിന്ന് മുകളിലേക്കൊരു 4 ഇഞ്ച് ലെങ്തിൽ ഇതുപോലെ ഒരു ടക്കിട്ട് കൊടുത്തു. അപ്പോൾ ഈ ടക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടക്കിട്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പോക്കറ്റാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോത്ത് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലോത്ത് ഇതുപോലെ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ച് ലെങ്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ അത് നിവർത്തിയിട്ടു. ആ ഒരു പീസ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്ന പോക്കറ്റിൻ്റെ തുണിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇനി ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഈ 2 തുണിയും കൂടെ ചേരുന്ന ഭാഗത്ത് സൈഡിൽ ഏറ്റവും അരികിനോട് ചേർന്ന് നമ്മളൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അത് ഇതുപോലെ ആ ഒരു പോക്കറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ അങ്ങേ സൈഡ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ട് പീസിൻ്റെയും പോക്കറ്റിൻ്റെയും തുണി ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതൊരു ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അത് അവിടെ അങ്ങ് ഇരുന്നോളും. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം, അതായത് പോക്കറ്റിൻ്റെ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം നമ്മളുടെ ആ ഒരു സ്റ്റിച്ച് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രണ്ട് ലോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗമെല്ലാം തന്നെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഫ്രണ്ട് പീസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസാണ് ചെയ്യുന്നത്. ബാക്ക് പീസും നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നല്ല വശം, തുണിയുടെ നല്ല വശം ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ, ഫേസ് ടു ഫേസ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചതിന് ശേഷം ക്രോച്ചിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇത് തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഈസിയായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സിനും ഭാഗം ചെയ്ത് കൊടുക്കുന്നവർക്കും സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഓവർലോക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഓവർലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചേർത്ത് അതിൻ്റെ സൈഡ് അടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി ഇതുപോലെ ഒരു നോച്ച് കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പം മൊത്തം 3 നോച്ചസ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു നോച്ച് വരെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ നോച്ച് വിട്ട് മൂന്നാമത്തേതിൽ നിന്ന് മുകൾ ഭാഗം, അതായത് ബെൽറ്റിൻ്റെ പോർഷൻ വരെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയറായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയും അതുപോലെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു സൈഡ് അടിച്ചെടുത്തു. അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ഇപ്പുറത്തെ കാലിലും ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് കളയാതെയാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ഒരു തവണ കാണുന്നവർക്ക് തന്നെ അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ ചെയ്തെടുത്തിരിക്കുന്ന സെയിം പ്രോസസ്സ് തന്നെ ഇപ്പുറത്തുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ 2 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടെന്ന്. അപ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അതിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഈ സാൻഡൂണിൻ്റെയൊക്കെ തുണിയാകുമ്പോഴത്തേനും നമ്മൾ ബാക്കിലൊരു സപ്പോർട്ടിന് പിടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചുളുക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ സീക്രട്ട് പാൻറ്റിലൊക്കെ കാണുന്ന ആ ഒരു അടിഭാഗത്ത് വരുന്നൊരു വെട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു 3 നോച്ചസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നില്ല. ആ സെൻറ്ററിലെ നോച്ച് 2 പീസിലെയും ആ സെൻറ്ററിലെ നോച്ചസ് ഇതുപോലെ സൈഡിലേക്ക് ആക്കുമ്പോഴത്തേക്കും നമ്മൾ മുകളിലും താഴെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ സ്റ്റിച്ച് ഒരുമിച്ച് വരും. അപ്പോൾ എന്നിട്ട് ആ നോച്ചിൽ നിന്ന് മുകളിലേക്ക് ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു സ്ഥലം വരേക്കും ഒരു സ്റ്റിച്ചിട്ട് ബാക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യമായിട്ട് കാണുമ്പോൾ അത് കാര്യം മനസ്സിലാകും കേട്ടോ. അത് നമ്മൾ ആ ഒരു നോച്ചിട്ടിരിക്കുന്ന ആ ഒരു പീസിൽ നിന്ന് തുടങ്ങി ആ സ്റ്റിച്ചിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഭാഗം വരെ ഒരു സ്റ്റിച്ച് ഇടുക. ഒരിക്കലും ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ട് ഇടവരരുത്. സ്റ്റിച്ചിൻ്റെ കറക്റ്റ് എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ കൊണ്ട് നമ്മൾ സ്റ്റിച്ചിട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ച് നിവർത്തി കഴിയുമ്പോഴത്തേനും ഇതുപോലൊരു സ്ലിറ്റ് നമ്മൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഫോൾഡിങ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു 1/2 ഇഞ്ചിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരിക്കലും തുണി വലിക്കുകയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് അത് മടക്കി വെച്ച് കൊടുത്ത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. എങ്കിലേ അത് കറക്റ്റായിട്ട് ചുളുക്കമൊന്നുമില്ലാതെ പിരിച്ചിലൊന്നുമില്ലാതെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുകയുള്ളൂ. കണ്ടോ, നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കാലിലും അതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. സ്റ്റിച്ചിങ് വീഡിയോ ഇടാവുമെന്ന് ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ കടയിൽ നല്ല തിരക്കാണ്, യൂണിഫോമിൻ്റെ വർക്കുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മുന്നോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമയത്തിൻ്റെ അനുസരിച്ച് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കാലിൻ്റെ പോർഷനിലും നമ്മൾ എൻഡ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കാലിൻ്റെ മുകൾ ഭാഗത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റിച്ചസ് എല്ലാം ഇതേപോലെ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചെല്ലാം നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് പോർഷനിലേക്ക് ആ ഒരു സ്റ്റിച്ച് മടക്കി വെച്ചതിന് ശേഷമാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് നന്ദി എല്ലാവർക്കും. മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈയും തരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്റ്റിച്ചിങ് ഡേ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്റ്റിച്ചിങ് ഡേ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ പുതിയ മോഡൽ നെക്ക് ഡിസൈൻസാണ്, എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 കാലിൻ്റെയും ഒരു സെൻറ്റർ പോർഷൻ നമ്മുടെ അതായത് കാലിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മളിതുപോലെ പതിച്ചടിച്ച് കൊടുക്കുന്നത്. ആ ഒരു ഭാഗം ഇതുപോലെ 2 പീസും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുളുക്കമൊന്നും വരാതെ മാക്സിമം ഏറ്റവും നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒഴുക്കൻ തുണികളിലൊക്കെ എങ്ങനെയാണ് സ്ലിറ്റ് ഏറ്റവും നീറ്റായിട്ട് ഇടേണ്ടതെന്നുള്ള ടിപ്സൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ കാലിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ വണ്ണമാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ ഇട്ട് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ കാലിൻ്റെ കറക്റ്റ് വണ്ണം അതിൻ്റെ ലൂസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റായിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് സീം അലവൻസ് ഇടാനായിട്ടില്ല. 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു, അതിനുശേഷം ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് വഴി മാത്രമാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ബെൽറ്റ് കൂടി പിടിപ്പിക്കുക. ബെൽറ്റ് കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പാൻറ്റ് ഏകദേശം ഫിനിഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബെൽറ്റ് പീസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തുണി ഇതുപോലെ എടുത്തതിന് ശേഷം ഇപ്പോൾ 2 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ അത് 2 പീസും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, തുണി വിട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് എൻഡ് നമ്മളൊന്ന് ആദ്യം വെച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് മടക്കി ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അത് 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ഫ്രണ്ട് പോർഷനിലെ എൻഡിലേക്ക് കൊണ്ടുവന്ന്, അതായത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വള്ളി ഇതിനുള്ളിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഇട്ട് കാണിച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് സാധാരണ പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം ഞാൻ ലോക്കും ചെയ്ത് ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴേക്ക് വെച്ചതിന് ശേഷം ഒന്ന് അരികിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വള്ളി കൂടെ കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിഗരറ്റ് പാൻറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഞാൻ അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത രീതിയിൽ തന്നെയുള്ള എൻ്റെ ആ ഒരു ഫിനിഷിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ കാണിച്ചു തരുന്നത്. ഇത് അയൺ ചെയ്തും കൂടെ എടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള മെറ്റീരിയൽ അയൺ ചെയ്യുമ്പം അതിൻ്റെ ചൂട് കുറച്ചിട്ടിട്ട് അയൺ ചെയ്യാനാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.